ഇവരുടെ കയ്യിലാ സിനിമ. ചേട്ടൻ ആദ്യം തന്നെ പറഞ്ഞ അതാണ്, കഥ കേട്ടപ്പോൾ തന്നെ ഇത് പയ്യന്മാരെ കൂടെ നിൽക്കണം, പയ്യന്മാരെ കൂടെ നിന്നാലേ ഇത് പൊളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരാണ് അപ്പോൾ ഓരോ കാസ്റ്റിനും കാസ്റ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ചേട്ടാ ഇന്ന കാസ്റ്റ് ഇന്ന ആളെ പിന്നെ ഞാൻ ലാസ്റ്റ് എല്ലാവരും ഫിക്സ് ആയപ്പം ഫോട്ടോ എല്ലാവരും മെർജ് ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ അയച്ച് പിന്നെ അതിനുശേഷം ഇവരുടെ കളരിയിലേക്ക് ക്യാമ്പിൽ വന്നു പോയി. ക്യാമ്പിൽ ചെന്ന് പരിപാടിയൊക്കെ കണ്ട് അപ്പോഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയറൊക്കെ കെട്ടിയവന്മാർ പറന്നുകൊണ്ടിരിക്കുന്നു. ഫൈറ്റ് പ്രാക്ടീസ് ഒക്കെ നടത്തി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഈ ഇവര് അഭിനയിക്കുകയല്ല, ശരിക്കും ജീവിച്ചിരിക്കുകയാണെന്ന് വേണം പറയാൻ. ജീവിച്ചിരിക്കുകയാണ് ആ പടത്തിൽ. ഇതിന്റെയൊക്കെ പരിപാടികൾ ഈ ഫൈറ്റേഴ്സ് ഒക്കെ ഇല്ലേ, ഫൈറ്റേഴ്സ് ഒക്കെ സാധാരണ അവര് ബെഡൊക്കെ ഇട്ടിട്ടാണ് റോൾ ചെയ്തൊക്കെ വന്ന് വീഴുന്നത്. ഇവനൊക്കെ റോഡിൽ വെറും തറയില്ലേ. ഞാൻ ചോദിച്ചത് എന്താണ്, അപ്പോഴാണ് ഇവന് നേരത്തെ ഇതുപോലെ പിന്നെ മറ്റേ ഹോട്ടലിന്റെ ഫ്രണ്ടില് റോൾ അടിക്കുന്ന ഒരു ലൈവ്. ഇപ്പൊ ഞാൻ ലൈവ് കാണിച്ചത് ഏടാ ഒരു ഫൈറ്റ് ഇവിടെ വന്നില്ല. ഞാൻ നോക്കിക്കോളേ, ഞാൻ പറയാം. ഇത് റോഡില് കട്ടൻ തറയിലാണ് ചെയ്യുന്നത്. അല്ലേ, ഇത് ജീവിച്ച് മരിക്കുകയാണ്. എന്താണ് സംഭവം? എന്ത് സിനിമയ്ക്ക് ഇനി വേറെ സിനിമ ചെയ്യണ്ടേ? ഞാനിത് ചോദിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്ന സമയത്ത്. അല്ല, ഇത് എന്താണ് ആക്ച്വലി ഈ സിനിമയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു? അവസാനം ഇപ്പോഴും നിങ്ങൾ ആ റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ലേ? അല്ല, ഇത് ഈ സംഭവം മറ്റേ ഡാൻസ് ബേസിക് ഉള്ളതുകൊണ്ട് ഇത് ശംഖുമുഖം അങ്ങനെ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ. നിനക്ക് സിനിമയിൽ നിന്ന് വിളി വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു ഈ ക്യാരക്ടർ. അല്ല, ഞാൻ പറഞ്ഞത് ഇനിയിപ്പം ഒരു സിനിമയല്ല, ഇപ്പൊ ഇതിൽ അവസരങ്ങൾ കിട്ടിയിട്ട് വീണ്ടും സിനിമകൾ കിട്ടും. പക്ഷെ ഇതിൽ ഇത്രയും എഫേർട്ട് കാണിക്കുന്നുണ്ട് ഇതിന്റെ അത്ര നിന്നിട്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇതാണ് ഫൈനൽ സിനിമ അല്ലെങ്കിൽ വീണ്ടും സിനിമ ആഗ്രഹം മനസ്സിലുണ്ടോ? വിഴിഞ്ഞ കടപ്പുറം ഉള്ളിടത്തോളം കാലം ഇനിയും അവൻ പുതിയ സാധനങ്ങൾ. ഉറപ്പായിട്ടല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഇവരൊക്കെ സിനിമ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എത്തിപ്പെട്ടത്. നമ്മളെ കയ്യിൽ അവസാനം നമ്മൾ തെരഞ്ഞ് അരിച്ചരിച്ച് എടുത്തപ്പോ വന്ന ആളുകൾ ഇതിനകത്ത് നിൽക്കാൻ സാധ്യതയുള്ള ആളുകൾ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം അവരെ ഭാഗത്തുനിന്നുണ്ട്. ഓക്കെ. തിരുവനന്തപുരത്ത് മുക്കിലും ഇപ്പൊ പാളയം, പട്ടം, മെഡിക്കൽ, ഉള്ളൂർ, പൊങ്ങോട്, ശ്രീകരം, ചാവടും, എഞ്ചിനീയറിംഗ് കോളേജ്, മൺവിള, അരശിമൂട്, കുഴിവിള മുതൽ അങ്ങ് ഈ പൊന്മുടി വഴി കയറി പോകുന്ന വഴി പോലും അവിടെ കാട്ടിൽ വരെ ചെന്ന് സഞ്ചരിക്കുന്ന വ്യക്തിയും അവിടെ ചെന്ന് താമസിക്കുന്ന വ്യക്തിയാണ് എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സുരേഷ് ബാബു. ഈ പറഞ്ഞ കാട്ടാക്കട കുറിച്ച് ആരനാണ് തേങ്ങപ്പൂടി കയറി എല്ലാവരും വരെ കണ്ടുകൊള്ളുന്ന ആളാണ്. ഞാൻ ചോദിക്കുന്ന ഈ പല ഇത് പറഞ്ഞിട്ടുണ്ട്, കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഗുണ്ടാ സംഘത്തിന്റെ കഥ, ഈ ഒരു ജീവിതത്തിന്റെ കഥ ഒറിജിനൽ ഇൻസ്പിറേഷനിൽ തന്നെ കിട്ടിയതാണോ? അങ്ങനെ സെർച്ച് ചെയ്തെടുത്തതാണോ? അല്ല, ഒറിജിനൽ ഇൻസ്പിറേഷൻ കുറച്ച് റൂറൽ റിമോട്ട് ഏരിയ ഇപ്പൊ നടന്ന ലേറ്റസ്റ്റ് ആണ് സംഭവം ഒന്നും പറയാൻ പറ്റില്ല, പേടിച്ചു. ഇപ്പൊ പത്രത്തിലൊക്കെ വന്നതാണ്. അത് പിന്നെ കുറച്ച് ഇതായിട്ട് രഹസ്യമായിട്ട് വെച്ചോട്ടെ. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളതിന്റെ മൈൽഡായിട്ടുള്ള കുറച്ച് ഏരിയയിലൂടെ ഉള്ളു. അത് കുറച്ചുകൂടെയൊക്കെ പൈശാചികമാണ്. അത് നടക്കുന്നുണ്ട്. നമ്മൾ ആ റിയാലിറ്റി കാണാം. അതൊന്ന് കാണിച്ചാൽ ഇങ്ങനെ എന്നെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം ഒരു ബിസിനസിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇതിന്റെ പറയുക പുതുമുഖങ്ങൾ വെച്ച് ചെയ്യുക, പുതുമുഖങ്ങൾ വെച്ച് മാർക്കറ്റ് ചെയ്യുക. ഇപ്പം സുരാജേട്ടൻ എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്, അതൊരു സൈഡിലുണ്ട്. പക്ഷെ അല്ലാതെയും പുതുമുഖങ്ങൾ ബാക്കി എല്ലാ റോളുകളിലും എത്തുക, മ്യൂസിക് ഡയറക്ഷൻ പുതുമുഖം, അല്ലെന്നുണ്ടെങ്കിൽ റാപ്പ് പാടുന്ന ആള് പുതുമുഖം, എല്ലാവർക്കും പുതുമുഖം കൊടുക്കുമ്പോൾ അതൊരു ചലഞ്ച് ആയിരുന്നില്ലേ മുസ്തഫ എന്ന ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം? എനിക്ക് അങ്ങനെ ചലഞ്ചായിട്ട് തോന്നില്ല. കാരണം പ്രൊഡക്ഷന്റെ ഭാഗത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടാലന്റ് ഉള്ള ആൾക്കാരാണ്, പുതിയ ആൾക്കാർ വരട്ടെ എന്നുള്ള രീതിയിലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം കാസ്റ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ടെക്നീഷ്യൻസിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരുടെയൊക്കെ എന്താണ് ഇവർ ചെയ്തൊരു പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് കാണുക, നമുക്കത് കൺവിൻസിങ് ആവുക, അതിലൊരു വിശ്വാസം അർപ്പിച്ച് അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ. അതിനൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ വന്നു. അതുകൊണ്ട് ഇവരൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമാക്കാൻ പറ്റി. ഈ കപ്പേള എന്ന് പറഞ്ഞ ചിത്രം കഴിഞ്ഞിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പിനിടയിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അപ്പം ഈ സിനിമ, പ്രത്യേകിച്ച് മുറ എന്ന് പറഞ്ഞ ചിത്രത്തിനകത്ത് ഏതെങ്കിലും കഥാപാത്രങ്ങൾ എനിക്ക് സ്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് എന്ന് സ്വയം തോന്നിയിട്ടുണ്ട്, അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മാറി നിന്നതാണോ? അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയതിനേക്കാൾ കൂടുതൽ അത് കണ്ണൻ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ഇതിൽ എന്തായാലും അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ സിനിമയിലെങ്കിലും നമ്മൾ അഭിനയിക്കണം, മറ്റുള്ളവർ വിളിക്കുന്നതേ കുറവ്, അപ്പൊ പിന്നെ നമ്മളുണ്ടാക്കുന്ന പടത്തിലെങ്കിലും നമുക്ക് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഒരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു. ഈ ഒരു കംപ്ലീറ്റ്ലി ട്രിവാൻഡ്രം ജോഗ്രഫിയിൽ ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് എന്റെ സ്ലാങ്ങിൽ എന്തായാലും അത് ഒരു മലബാർ കിടക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ പറഞ്ഞാലും ഇപ്പം
പണ്ട് കാലങ്ങളിൽ മിമിക്രി ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ കുറെ ഇങ്ങോട്ടുള്ള തെക്കോട്ടുള്ള ആളുകളെ കൂടെയായിരുന്നു കളിച്ചോണ്ടിരുന്നത് സ്കിറ്റൊക്കെ. അപ്പൊ ഈ സ്കിറ്റ് കളിക്കുമ്പോൾ അവരെ ഭാഷയ്ക്ക് അനുസരിച്ച് ചെയ്ത് ഞാൻ ഇപ്പൊ മലപ്പുറം അല്ല, കോഴിക്കോടും അല്ല, ട്രിവാൻഡ്രം അല്ല, തൃശ്ശൂരും അല്ലാത്ത രീതിയിലാണ് എൻ്റെ ഒരു സംസാരം കിടക്കണം. അപ്പൊ അതെന്തായാലും അതിനൊരു ക്ലാരിറ്റി വരില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലാണ് ചേട്ടാ ഞാൻ അഭിനയിക്കും, ഞാൻ അഭിനയിക്കുന്നില്ല, ഇത് ബാക്കിൽ തന്നെ നല്ല പണിയുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് മാറിയതാണ്. ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. തിരുവനന്തപുരത്ത് മുക്കിലും മൂലയിലും പരിപാടി അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒരു സഹജനവാസം ഇന്നും അന്നും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ സുരാജ് ബി വെഞ്ഞാറമൂട്. അപ്പം നീ എന്താണ് ഇനി എപ്പോഴും പണ്ടത്തെ തിരുവനന്തപുരം ഡിസ്കവറി പരിപാടി കാണുമ്പോഴേക്കും അടുത്ത പരിചയപ്പെടുന്നു സുരാജ് ബി വെഞ്ഞാറമൂട്. അന്ന് മുതലേ ഇതിന്റെ അതിനായിട്ട് അങ്ങനെയാണ് ഇപ്പൊ സുരാജ് വെഞ്ഞാറമൂട് അറിയപ്പെടുമെങ്കിൽ അവിടെ ഒരു രീതിയും കൂടി അപ്പോഴാണ് നമ്മള് സുരാജ് ഏട്ടൻ വരുന്നു നമുക്കൊരു ഇതുള്ളത്. അത് പറയുന്ന ആരെന്നറിയാമോ? സുരാജ് ഏട്ടൻ തന്നെയാണ്. സുരാജ് ബി വെഞ്ഞാറമൂട്. പിന്നെ നമ്മളല്ലേ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതൊരു കേൾക്കാൻ സ്റ്റൈലാണ്. ആരായിരുന്നു നമ്മള് ചേട്ടാ അതൊന്ന് പറയാമോ? അന്നത്തെ ആ ഒരു സമിതിയിൽ ചേട്ടനെ തന്നെ പരിചയം. പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല, പല പല ടോണിലാണ് വരുന്നത്. അടുത്ത സാധനം ഫൈനലി ഇൻട്രൊഡ്യൂസിംഗ് മൈസെൽഫ് സുരാജ് ബി വെഞ്ഞാറമൂട്. എല്ലാരും പരിചയപ്പെടുത്തിട്ട് ഇത്